നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഫങ്ഷൻസ് അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്? ഫങ്ഷൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താ നോക്കാം? സ്ട്രിങ്സ് നോക്കാം. സ്ട്രിങ്സും സ്ട്രിങ്സിന്റെ കുറച്ച് മെത്തേഡ്സും ഉണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ട്രിങ്സ് എന്താണെന്ന് നോക്കാം. സ്ട്രിങ്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമ്മൾ സിംഗിൾ കോഡ്സിനകത്തോ ഡബിൾ കോഡ്സിനകത്തോ ഡിനോട്ട് ചെയ്യണതിനാണ് സ്ട്രിങ്സ് എന്ന് പറയാം. അറിയാമോ? ഇതാണ് എന്ത് സ്ട്രിങ്സ്. ഇതൊക്കെ ഒരു എന്താണ് സ്ട്രിങ്സിന് എക്സാമ്പിളാണ്. നമ്മൾ എന്ത് ഡബിൾ കോഡ്സിനകത്തോ സിംഗിൾ കോഡ്സിനകത്തോ എന്താണോ കൊടുക്കുന്നത് അതിനെ ജാവാസ്ക്രിപ്റ്റ് എന്തായിട്ടാണ് എടുക്കുക? സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഈ സ്ട്രിങ്ങും എങ്ങനെയാണ് ഇൻഡെക്സ് ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഈ സ്ട്രിങ്ങിനകത്ത് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ആണ് നോക്കുന്നത്. സീക്വൻസ് ഓഫ് ക്യാരക്ടർ ആണ് എന്ത്? സ്ട്രിങ്. സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ്. സ്ട്രിങ് എന്താണെന്ന് ചോദിച്ചാണ് ഒരു ഡെഫിനിഷൻ പോലെ. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്തു? ഒരു ഇത് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ ഉണ്ടാക്കി. മൺഡേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ട്രിങ്ങിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് മീൻസ് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അറേയിൽ യൂസ് ചെയ്ത പോലെ തന്നെ സ്ട്രിങ്ങിനും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. എനിക്കിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കിട്ടണം. ലെങ്ത്ത് എന്ന് വെച്ചാൽ 1 2 3 4 5 6. ഈ 6 എന്ന് പറയുന്നത് എനിക്ക് റിട്ടേൺ ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡേ ഡോട്ട് ലെങ്ത്ത് എന്താണ്? നമുക്ക് എന്ത് ചെയ്യും? ഡേയുടെ ലെങ്ത്ത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് വേണം പറഞ്ഞു കൊടുക്കാൻ. കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ജസ്റ്റ് ലെങ്ത് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മൺഡേ എന്ന് പറയുന്നത്, അതായത് ഡേയിലകത്ത് ഏത് സ്ട്രിങ് ആണുള്ളത്? മൺഡേ ആണുള്ളത്. മൺഡേയുടെ ലെങ്ത് എന്ത് കിട്ടും? നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ ഈ ഡേക്ക് എന്ത് ചെയ്ത് കൊടുത്തു? ഇങ്ങനെ 2 സ്പേസും കൂടെ ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. ഓരോ സ്പേസും ഓരോ ക്യാരക്ടറായിട്ടാണ് എടുക്കുന്നത്. ഓരോ സ്പേസ് എന്താണ്? ഓരോ ക്യാരക്ടറായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ സ്പേസും എന്ത് ചെയ്യും? ലെങ്ത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇതാണ് ലെങ്ത് മെത്തേഡ്. ഇനി സ്ലൈസ് മെത്തേഡ് ഉണ്ട്. സ്ലൈസ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി ഉള്ള ഒരു സ്ട്രിങ്ങിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറേയിൽ യൂസ് ചെയ്തില്ലേ സ്ലൈസ് മെത്തേഡ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും പറഞ്ഞു കൊടുക്കുക. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്തായിരുന്നു? ഇൻക്ലൂസീവ് ആണ്, അത് ഇൻക്ലൂഡ് ചെയ്യും. എൻഡിങ് ഇൻഡെക്സ് എന്താണ്? ഇൻക്ലൂസീവ് ആണ്. അപ്പം സ്ലൈസ് മെത്തേഡ് എങ്ങനെയാണ്? അപ്പം എനിക്ക് ഡേനെ സ്ലൈസ് ചെയ്യണമെങ്കിൽ ഡേ ഡോട്ട് സ്ലൈസിന് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ എത്രയാ 0യും 5ഉം പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കും. 0 5 പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ സ്റ്റാർട്ടിങ് എടുക്കും, 0 എടുക്കും, 1 2 3 4 5 മുഴുവനും കിട്ടും. ബാക്കി ഇതിനകത്ത് എന്താണ് ഉള്ളത്? സ്പേസ് ആണുള്ളത്. സ്പേസ് കളയും. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. എനിക്കിപ്പോൾ ഇത് മതി, ഡേയിൽ മാത്രം മതി. എനിക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? 0 1 2 3 4 5. അപ്പോൾ ഇങ്ങനെയാണ് 3, 5 എടുത്തു കഴിഞ്ഞാൽ 5 ഇൻക്ലൂസീവ് അല്ല. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ 6 പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഡേ എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് സ്ലൈസ്. ഇനി ഇത് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണണമെങ്കിൽ എന്ത് ചെയ്യാം? കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പ്രിന്റ് ചെയ്യിപ്പിക്കാം. കൺസോൾ ഡോട്ട് ലോഗ്
ഇതാണ് എന്ത് സ്ലൈസ് മെത്തേഡ്. ഇനി എന്ത് മെത്തേഡാണത്? സ്പ്ലിറ്റ് മെത്തേഡ് ഉണ്ട്. സ്പ്ലിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു മണ്ടേനെ എനിക്ക് വെച്ച് എന്നിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ട് അറേ പോലെ, അതായത് ഒരെണ്ണത്തിന് ഈ സ്ട്രിങ്ങിനെ ഒരു അറയിലേക്ക് രണ്ട് അറയാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം. മീൻസ് ഇങ്ങനെയാണ് വരിക. സ്പ്ലിറ്റ് എന്ത് ചെയ്യണം? ഡേ എന്ന് പറയുന്നതിന് എനിക്ക് എന്ത് ചെയ്യണം? ഡോട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എവിടുന്നാണ്? എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് എനിക്കതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ അതിന് എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ ഞാനൊരു വേരിയബിളിലേക്ക് ജസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക. ലെറ്റ് സ്പ്ലിറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് എന്ത് ചെയ്ത് കൊടുക്കുക? ഇപ്പൊ ഇത് ഒരു അറേ പോലെയാണ് കിടക്കുക. അതായത് സ്പ്ലിറ്റ് ഡേയുടെ അകത്ത് രണ്ടെണ്ണം ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? MOയും ഉണ്ടാവും, DAYയും ഉണ്ടാവും. ഈ എന്നിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള രണ്ട് അറേ ഉണ്ടാവും. അപ്പൊ ഈ അറയുടെ എനിക്കിപ്പോ ആദ്യത്തെ പ്രിന്റ് ചെയ്യിപ്പിക്കണം. സ്പ്ലിറ്റ് ഡേ പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള മൊത്തം പ്രിന്റ് ആവും. എനിക്ക് എന്ത് വേണം? ഇങ്ങനെ കൺസോൾ ഡോട്ട് ലോഗ് സ്പ്ലിറ്റ് ഡേ ഓഫ്, എൻ്റെ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കുക. ഏത് ഇൻഡെക്സ് ആണ്? 0 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? MON എന്ന് കിട്ടും. ഇനി സ്പ്ലിറ്റ് ഡേ ഓഫ് 1 പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കിട്ടും. ഇതാണ് സ്പ്ലിറ്റ്. ഇനി ട്രിം മെത്തേഡ് ഉണ്ട്. ട്രിം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ? നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സ്ട്രാ സ്പേസസ് ഉണ്ടെങ്കിൽ അതിനെ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും സൈഡിലും ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ എക്സ്ട്രാ സ്പേസസിനെ എന്ത് ചെയ്യും? ട്രിം ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ എനിക്ക് വേണ്ടത്? ഏതായിരുന്നു? ഡേ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യണം? ട്രിം ചെയ്യണം. അപ്പോൾ അതെന്ത് ചെയ്യും? റിമൂവ് ചെയ്യും എക്സ്ട്രാ സ്പേസസിനെ. ഇനി നമുക്കത് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള പുതിയത് നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. ജസ്റ്റ് ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗ്. ഇതാണ് സ്ട്രിങ്ങിന്റെ മെത്തേഡ്സ്. ഇനിയുള്ളത് പാസിന്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. പാസിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ സ്ട്രിങ്ങിന് ഡബിൾ കോട്ട്സിനകത്ത് എന്ത് കൊടുത്താലും അത് സ്ട്രിങ് ആണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തു ലെറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇത് കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്തു? 23 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഈ 23നെ ഇതിപ്പോ സ്ട്രിങ് ആയിട്ട് എടുക്കാം. ചിലപ്പോൾ നമ്മൾ ഗെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ കലണ്ടറിൽ നിന്നൊക്കെ ഡാറ്റ ഗെറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് സ്ട്രിങ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ ഈ സ്ട്രിങ്ങിനെ എനിക്ക് എന്ത് ചെയ്യണം? ഇൻറ്റീജർ ആക്കി മാറ്റണം. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ, ഇപ്പൊ സ്ട്രിങ്ങിന്റെ ഞാൻ ഇതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? 23 അതായത് ഡേറ്റ് പ്ലസ് 1 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? 24 ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക ഇങ്ങനെയായിരിക്കും, 23 1 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഇതാണ് കോൺകാറ്റിനേഷൻ. പക്ഷെ എനിക്ക് ഇങ്ങനെയല്ല വേണ്ടേ. ഇത് 23നെ നമ്പർ തന്നെ ആവണം. സ്ട്രിങ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ എനിക്ക് അതിനെ നമ്പർ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് പാസ് ഇൻഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. പാസ് ഇൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ആ ഒരു ഡേറ്റ് മീൻസ് എന്താണോ സ്ട്രിങ്, ആ സ്ട്രിങ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിനെന്താക്കി മാറ്റും? സ്ട്രിങ് ആക്കി മാറ്റും. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ടു സ്ട്രിങ് ഇതുപോലെ തന്നെ എന്താണ്? ഇനിയിപ്പോൾ ഇതിനെ ഞാനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞു കൊടുത്തു. ഈ നെക്സ്റ്റ് ഡേനെ എനിക്ക് വീണ്ടും സ്ട്രിങ് തന്നെ ആക്കണം എന്ന് വിചാരിക്കും. ഇപ്പൊ നെക്സ്റ്റ് ഡേയിലെ ഔട്ട്പുട്ട് എന്താണുള്ളത്? 27 ആണുള്ളത്. അതായത് നമ്പർ ആയിട്ടായിരിക്കണം. എനിക്കിതിനെ ഇനി വീണ്ടും എന്താക്കണം? സ്ട്രിങ് തന്നെ ആക്കണം. അതായത് ഇനി അതിനൊത്ത ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, എനിക്കത് സ്ട്രിങ് ആക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം?
ഓക്കെ, അതിലൊരു മെത്തേഡ് ഉണ്ട്, ടു സ്ട്രിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്, ടു സ്ട്രിങ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, നെക്സ്റ്റ് ഡേ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അത് ടു സ്ട്രിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് നമ്പറിനെ സ്ട്രിങ് ആക്കി മാറ്റാം. പാസിന്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, കേക്കല്ലേടാ, ക്ലിയർ അല്ലേ? ഇവിടെ ഒപ്പം ചെയ്യണ്ട, ഞാൻ ചെയ്യാൻ ടൈം തരാം, ആദ്യം കേട്ടാ മതി, പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്യാൻ ടൈം തരാം. ഓക്കെ ഓക്കെ, ഇതെന്താണ്, പാസിന്റെ മെത്തേഡ് എന്താണ്, ഡേറ്റ്, അതായത് ഒരു സ്ട്രിങ് ആയിട്ടുണ്ടായിരുന്ന ഡാറ്റയാണ് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് പാസിന്റെ മെത്തേഡ് യൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ നമ്പർ മെത്തേഡിനെ എനിക്ക് വീണ്ടും സ്ട്രിങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ടു സ്ട്രിങ് യൂസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ ലെങ്ത് യൂസ് ചെയ്തു, സ്ലൈസ് യൂസ് ചെയ്തു. സ്ലൈസ് എന്തിനാ, സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും പറഞ്ഞു കൊടുത്തിട്ട് പുതിയൊരു സബ്സ്ട്രിങ് പോലെ പുതിയൊരു ഇത് ഉണ്ടാക്കി. അതുപോലെ നമ്മൾ സ്പ്ലിറ്റ് യൂസ് ചെയ്തു. സ്പ്ലിറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താ, അതൊരു അറേ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യും. ജസ്റ്റ് ഇതിങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കി അറിയാം, കൺസോൾ ഡോട്ട്. ഓക്കെ, സ്പ്ലിറ്റ് ഡേനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇനി അതിനകത്തുനിന്ന് എനിക്ക് 0th ഇൻഡെക്സിലുള്ള എലമെന്റിന്റെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻഡെക്സ്, നമ്മൾ നോർമലി അറിയാലോ എങ്ങനെയാണ് ഇൻഡെക്സ് പറഞ്ഞു കൊടുത്തത്, അതേപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ട്രിം മെത്തേഡ് ആണ്. ട്രിം മെത്തേഡ് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിലും, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള എക്സ്ട്രാ വൈറ്റ് സ്പേസസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിം മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ പാസിന്റെ ഇതും. ഇനി ഏതാ മെത്തേഡ്, ഓക്കെ, ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞൊരു കോൺകാറ്റ് മെത്തേഡ്. നമ്മൾ ഓൾറെഡി ഇത് കോൺകാറ്റ് മെത്തേഡ് ആണ്, കോൺകാറ്റിനേഷൻ ആണ്. ഒരു സ്ട്രിങ്ങിനെ എന്ത് ചെയ്യുക, വേറൊരു വേരിയബിളോ അല്ലെങ്കിൽ വേറൊരു സ്ട്രിങ്ങോ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണേ, കോൺകാറ്റ്. ജസ്റ്റ് ഇത് ഓക്കെ ആണ് കോൺകാറ്റിനേഷൻ. അത് പ്ലസ് ഓപ്പറേറ്റർ തന്നെയാണ് യൂസ് ചെയ്യണത്. ഇനി അടുത്തത് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ഞാൻ എന്ത് ചെയ്തു കൊടുത്തു, ഇൻഡെക്സ് ഓഫ്, ഞാൻ ജസ്റ്റ് ലെറ്റ് പുതിയൊരു വാല്യൂ ആക്കിയിട്ട് വെച്ചു. ലെറ്റ് വാല്യൂ ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുത്തു, ഒരു ഡേയുടെ അകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഫസ്റ്റ് ഞാൻ ഇതിനെ ഒന്ന് കോൺകാറ്റ് ചെയ്യട്ടെടാ. അപ്പർ കേസ് ലോവർ കേസ് ആ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് ലോവർ കേസിലാണ് ഉള്ളത് വെച്ച് അതിനെ അപ്പർ കേസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ മെത്തേഡ് ഡേ ഡോട്ട് ടു ലോവർ കേസ്, അതുപോലെ തന്നെ എന്തുണ്ട് അപ്പർ കേസ്. അപ്പർ കേസിലാണെങ്കിൽ ലോവർ കേസിലേക്ക് ആക്കാം, അല്ലെങ്കിലോ ലോക്കൽ അപ്പർ കേസ്. രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇൻഡെക്സ് അല്ലേ, ഇൻഡെക്സ് ഓഫ് അല്ലേ. ഇൻഡെക്സ് ഓഫിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്തു, നമ്മുടെ ഡേയുടെ കൂടെ കോൺകാറ്റ് ചെയ്തു. ജസ്റ്റ് ലെറ്റ് ന്യൂ ഡേറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ന്യൂ ഡേ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഈക്വൽ ടു എന്താണ്, ഡേ പ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്തു, ന്യൂ ഡേയില് പുതിയൊരു ഇതാണത്, അതായത് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, മൺഡേ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഔട്ട്പുട്ട് കിട്ടും. കൺസോൾ ഡോട്ട് ന്യൂ ഡേയിൽ പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൺഡേ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി ഞാൻ അതിനകത്ത് നിന്ന് ഇൻഡെക്സ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്യാണ്. ഇൻഡെക്സ് ഓഫ് എന്ത് ചെയ്ത് കൊടുത്തു, ഒരു ഇത് പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ON എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു, ON. അപ്പൊ എന്തുണ്ട്, ഇതിന്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് നമുക്ക് ഗെറ്റ് ചെയ്ത് കിട്ടും. ON എന്ന് പറയുന്നത് എന്താണ്, O സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രാമത്തെ ഇൻഡെക്സിലാണോ ആ ഇൻഡെക്സ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഇനിയിപ്പോ ഞാൻ ON അല്ല ഡേ ആണ് കൊടുത്തതെന്ന് വിചാരിക്കേ. ഡേ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്, 2 ഡേ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആദ്യം ഏത് ഡേ ആണോ കാണുന്നത്, ഏറ്റവും ഫസ്റ്റത്തെ ഏറ്റവും ഫസ്റ്റ് ഉള്ള ഡേനായിരിക്കും എന്ത് ചെയ്യുക,
ഡേയുടെ ഇൻഡെക്സ് ആയിരിക്കും എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യാം. ഇൻഡെക്സ് ഓഫ് ഡേ. മനസ്സിലായോ? ഇൻഡെക്സ് ഓഫ് ഡേ. അപ്പൊ ഏതാണ് അല്ല നമ്മൾ ഡബിൾ കോട്സിലല്ലേ ഡേ കൊടുക്കുന്നത്, ആ അപ്പൊ അത് സ്ട്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യില്ലേ? അത് ഇൻഡെക്സ് ഓഫ് ആ ഡേ വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. അത് ഡേ ഇൻഡെക്സ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഇപ്പൊ 3 എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന ഇതിന്റെ ഇൻഡെക്സ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇതിങ്ങനെയാ. ഇതിപ്പോ ഇൻഡെക്സ് ഓഫ് മെത്തേഡ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് എന്താ ഇങ്ങനെ ചെയ്യാം. ഏത് സ്ട്രിങ്ങിന്റെ ന്യൂ ഡേ ഡോട്ട് ഇൻഡെക്സ് ഓഫ് ന്യൂ ഡേയില് ഈ ഡേ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഡെക്സ് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. 3 ഓ 4 ഓ 2 ഏതാണോ അതിന്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. ഓക്കെ. ഇനി അടുത്ത മെത്തേഡാണ് ഇൻക്ലൂഡ്സ്. ഇൻക്ലൂഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാ. ന്യൂ ഡേ അതെന്താ, ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യാം. ഓക്കെ. ഇത്രയൊക്കെയാണ് സ്ട്രിങ്ങിനകത്ത് മെയിനായിട്ട് വരുന്ന മെത്തേഡ്സ്. ഓക്കെ. ഇതൊന്ന് ചെയ്ത് നോക്കുക. മൊത്തം സ്ട്രിങ്ങും സ്ട്രിങ്ങിന്റെ മെത്തേഡ്സും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ചെയ്ത് കഴിഞ്ഞാൽ പറയാനായിട്ട് നിമിഷ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ആണോ? സ്ക്രീൻ കാണാമോ? ഇവിടെ ഇപ്പൊ നെക്സ്റ്റ് ഡേ ഈക്വൽ ടു പാസ് ഇൻ ഓഫ് 8+4 എന്ന് കൊടുത്തേ. ഡേറ്റ് 23 + 4. പക്ഷെ ഇവിടെ ഒബ്ജക്ട് അൺഡിഫൈൻഡ് എന്നാവുന്നത്. ഇതില്ലടാ, ഈ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരേ നെക്സ്റ്റ് ഡേ +4 എന്നൊന്ന് കൊടുത്തു നോക്കാം. അതായത് ഒരുമിച്ച് കൊടുക്കണ്ട. ഇപ്പൊ നെക്സ്റ്റ് ഡേയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാസിന്റിന് വേറൊരു വേരിയബിളിലേക്ക് വെക്കാം. ഡേറ്റ് ഫോർമാറ്റ് നെക്സ്റ്റ് ഡേ തന്നെ കൊടുത്തു, കുഴപ്പമില്ല. എന്നിട്ട് അടുത്ത ലൈനിൽ console.logനകത്ത് നെക്സ്റ്റ് ഡേ +4 ഇത് ഒരുമിച്ച് കൊടുത്തോണ്ടാണ് എനിക്ക് എൻ്റെ സ്ക്രീൻ ഒന്ന് സ്റ്റക്കായി. ഒരു മിനിറ്റ്, ഞാൻ റീജോയിൻ ചെയ്യാം.
ഇങ്ങനെ കൊടുത്തു ടുഡേ ഈക്വൽ ടു ടുഡേ പാസിംഗ് ഓഫ് ഡേറ്റ് ഓക്കെ ഓക്കെ. ഇതിനകത്ത് എന്താ ഔട്ട്പുട്ട് എന്താടാ വന്ന്? എറർ എന്തായിരുന്നു വന്ന്? ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് അൺഡിഫൈൻഡ്. അൺഡിഫൈൻഡ്. ഇത് ഏതിന്റെ വന്നേക്കുന്നത്? ഇതിന്റെ ഈ ഒരു അതിന്റെയാണോ ടുഡേനെ? ആ, ഓക്കെ. ആ, വീണ്ടും റൺ ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണോ വന്നത്? ഒരു സെക്കൻഡ്. സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്തേ. ഓക്കെ, അങ്ങനെ ഒബ്ജക്റ്റ് അൺഡിഫൈൻഡ് ഓർമ്മിക്കുന്നത്. ഓക്കെ, നോക്കട്ടെ. ടുഡേയിൽ ഇപ്പോൾ ഉള്ളത് ഓക്കെ 23 ആണുള്ളത്. ഡേറ്റ് എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്? സ്ട്രിങ് ആയിട്ടല്ലേടാ കൊടുക്കണ്ടേ? ലെറ്റ് ഡേറ്റ് ഇപ്പം നോർമൽ നമ്പർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്പറിനെ വീണ്ടും നമ്മൾ നമ്പർ ആക്കിയിട്ട് ഓക്കെ. ഇനി ഒന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത്. ഇല്ല. ഇപ്പോഴും അത് തന്നെയാണ്. ഓക്കെ. ഡേറ്റിനകത്ത് ഇപ്പോൾ ഉള്ളത് 23 ആണ്. എനിക്കും പാഴ്സെന്റില് എറർ ഇഷ്യൂ വരുന്നുണ്ട്. ഇത് തന്നെയാണോ വന്നേക്കുന്നത്? ഒബ്ജക്റ്റ് അൺഡിഫൈൻഡ്. നോക്കാം. എനിക്ക് ആക്ച്വലി പാഴ്സെന്റ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. പാസിൻഡ് ഈസ് നോട്ട് ഫംഗ്ഷൻ. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് അല്ലേടാ? ഐ ക്യാപിറ്റൽ അല്ലേ? പാസിൻഡിന് ഐ ക്യാപിറ്റൽ ആണ്. PARSE. അതിന് ഓവർ ചെയ്തടാ പാസിൻഡിന്. പാസിൻഡ് സ്ട്രിങ് ഓക്കെ. ഒരു കാര്യം ചെയ്യും, ഇതിങ്ങനെ ചെയ്യണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ നമ്പറിന് തന്നെയാണല്ലോ ആഡ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. വേറൊരു വേരിയബിളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേടാ. ജസ്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഡേറ്റ്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അതായത് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും. ഇപ്പോൾ ഡേറ്റ് 1 കൊടുത്തിട്ടില്ലേ 23, അതേപോലെ ഡേറ്റ് 2 എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയബിൾ അസൈൻ ചെയ്ത് ലെറ്റ് ഡേറ്റ് 2. അല്ല, എനിക്കിപ്പോ കറക്റ്റ് കിട്ടി ആക്ച്വലി. നോക്കട്ടെ, ഇത് നോക്കട്ടെ. ലെറ്റ് ഡേറ്റ് ഞാൻ ചെയ്തത് ഈ പറഞ്ഞ ലെറ്റ് ഡേറ്റ് ഈക്വൽ ടു 23, പിന്നെ ലെറ്റ് ടുഡേ ഈക്വൽ ടു പാഴ്സെന്റ് ഓഫ് ഡേറ്റ് പ്ലസ് 1 കൊടുത്തു. എന്നിട്ട് ഞാൻ കൺസോൾ ലോഗ് ചെയ്തു. അപ്പൊ എനിക്ക് 24 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്താ മിസ്റ്റേക്ക്? അപ്പോൾ ടുഡേ പാസിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഡേറ്റിനകത്ത് ഇപ്പോൾ ഉള്ളത് 23 എന്ന് പറയുന്ന നമ്പറാണ്. എന്നിട്ട് നെക്സ്റ്റ് ഡേയിലകത്ത് ടുഡേ പ്ലസ് 4 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 27 ആണ് കിട്ടേണ്ടത്. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് നെക്സ്റ്റ് ഡേ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 27 ആണ് കിട്ടേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒന്ന് ചെയ്തേടാ. ലെറ്റ് ഡേറ്റ് 2 എന്നോ ജസ്റ്റ് അടുത്തൊരു ഇതായിട്ട് ലെറ്റ് ഡേറ്റ് 2 ഒരു 25 20 എന്തെങ്കിലും ഒരു നമ്പർ കൊടുത്തേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ പാസിൻ്റെ അതായത് ടുഡേ എന്നുള്ളതിനില്ലേ പാസിൻ്റെ പാസിൻ്റെ ഡേറ്റ് മൈനസ് അല്ലെങ്കിൽ പ്ലസിൻ്റെ കൊടുക്കുക. ഇപ്പോൾ ഡിഫറൻസ് കാണാനാണെങ്കിൽ മൈനസ് കൊടുക്കുക, ചെറിയ നമ്പർ അല്ലേ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഡേറ്റ് 2നെയും കൂടെ അങ്ങനെ ചെയ്ത് പാസിൻ്റെ ഓക്കെ ഡേറ്റ് 2. ഓക്കെ, ഇനി കൺസോളിൽ ടുഡേ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചേടാ. മറ്റേത് കമന്റ് ചെയ്തിട്ട് ആഡ് ചെയ്തത് അഡീഷൻ എന്ന് കമന്റ് ചെയ്തിട്ട് ഇത് വേണ്ട. നമ്മൾ ആ രീതിയിൽ ചെയ്ത് നോക്കാം. ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് അറിയാം. എന്താ മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കാനായി. സേവ് ചെയ്തായിരുന്നോ? സേവ് ചെയ്തു. ഓക്കെ, റൺ ചെയ്തപ്പോൾ വീണ്ടും ഈ സെയിം എററാണ് വരുന്നത്. ഒബ്ജക്റ്റ് അൺഡിഫൈൻഡ്. ട്രിം ചെയ്തിട്ടുള്ള ഫ്രൈഡേ വരെ വന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഷെയറാണ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് അല്ല ആരോൺ ഒന്ന് ഷെയർ ചെയ്ത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ആയിരിക്കും. വിസിബിൾ അല്ലേ? ഓക്കെ, പാസിന്റെ നമ്മൾ നോർമലി ആദ്യം ചെയ്ത പോലെ തന്നെ വന്നു. ഔട്ട്പുട്ട് ഒന്ന് കാണിച്ചടാ.
ഓക്കെ 24 24. വന്നു. അതിന് താഴെ ഒബ്ജക്റ്റീവ്സ് അൺഡിഫൈൻഡ്, പക്ഷെ ഇതിനകത്ത് ഔട്ട്പുട്ട് ആ ഒന്നും അത് ആക്ച്വലി ഇവിടെ പ്രശ്നമുണ്ട് ടു ടു സ്ട്രിങ്. ഇതെന്താന്ന് സ്ട്രിങ്ങിനകത്ത്. ആക്ച്വലി ഞാൻ ഓക്കെ, നോക്കുമായിരുന്നു. പക്ഷെ ഇത് അതെല്ലാം കമന്റ് ആ ചെയ്തിട്ടേക്കാം. ഇത് അത് ഞാനിപ്പോ ഈക്വൽസ് ഇത് മെത്തേഡ്. കമന്റ് ഓക്കെ, ചെയ്യാം. ഈക്വൽ ടു. ഇനി ഒന്ന് റൺ ചെയ്തേ. എന്തോ സേവ് ചെയ്തിട്ട് ടുഡേ ഡോട്ട് അതിനെ വീണ്ടും സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാത്തതുകൊണ്ടാണോ? അല്ല, അത് അടുത്തതിലല്ലേ പ്രിന്റ് ചെയ്യിപ്പിക്കണേ. ഇത് നമ്മള് പാസിന്റെ മാത്രല്ലേ നോക്കുന്നത്. പാസിന്റെ അതാ ഔട്ട്പുട്ട് കിട്ടി. പാസിന്റെ മാത്രമാകുമ്പോൾ 24 24 ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് 24. ഓക്കെ. അപ്പോ കോഡൊന്നും എടുത്തോടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് നോക്കിയ ശ്രീജ്യോതി. ഓ ലെറ്റ് ഡേറ്റ് ഈക്വൽ ടു 23. അത് ഡബിൾ കോഡ്സിനകത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലെറ്റ് ന്യൂ ഡേറ്റ് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് അത് +1 ഞാൻ ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ചെയ്ത സെയിം അപ്പൊ ആദ്യം ഇത് കൺവേർട്ട് ചെയ്ത് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ടു സ്ട്രിങ്ങിലേക്ക് ആക്കിയിട്ടാണ് റൺ ചെയ്തൊക്കെ റൺ ഈ ചെയ്തത്. ഈ ടു സ്ട്രിങ് ആയിരുന്നു എനിക്ക് പ്രശ്നം വന്നത്. അതെന്താന്ന് മനസ്സിലായില്ല. നോക്കാം നമുക്ക്. വേറെ ആരും join ആവുന്നില്ലല്ലോ. ഒബ്ജക്റ്റ് അൺഡിഫൈൻഡ് എന്നും പറഞ്ഞു വന്ന് അൺഡിഫൈൻഡ് കൺവേർട്ട് ടു സ്ട്രിങ് ഓഫ് ന്യൂ ഡേറ്റ്. ആര്യ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലടാ, ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. കിട്ടിയില്ല കേട്ടോ. അതെയോ? ഓക്കെ, ഇന്നിടാടാ. ഇന്നലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് കുറേ വീഡിയോസ് ഒരുമിച്ച് ഇടാൻ പറ്റില്ല, അപ്പം ഞാൻ ജസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ചെയ്തേ. നോക്കാം ഞാൻ അതിന്ന്. നമ്മൾ ഇപ്പോൾ എവിടെ വരെ എത്തി? സ്ട്രിങ് വരെ എത്തി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറേയും കാര്യങ്ങളൊക്കെ എടുത്തു. അറേയുടെ മെത്തേഡ്സും എന്തായിരുന്നു എടുത്തത്? ഞങ്ങൾ കുറച്ച് ടോപ്പിക്സ് എടുത്ത്. ഇപ്പം ഇന്ന് നോക്കുന്നത് ഇന്നലെ ഫങ്ഷൻസ് ആയിരുന്നു. ഫങ്ഷൻസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്ട്രിങ് ആണ്. ഇത് സ്ട്രിങ്ങിന്റെ മെത്തേഡ്സ് ആ കുറച്ച്. അതൊരു സ്റ്റെക്കായി നിൽക്കുക. നോക്കട്ടെ. വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, നോക്കിയിട്ട്. ശരി. ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അത് VS കോഡോ എന്റെ അടുത്താണോ? അല്ല, ആരാത് ഷെയർ ചെയ്തോണ്ടിരുന്നാണ്? ശ്രീജ്യോതി അല്ലേ ഷെയർ അതെ ചെയ്തത്? അതെ. ക്ലോസ് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. ഓപ്പൺ ചെയ്തു. ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് സേവ് ചെയ്തോടാ. സേവ് ചെയ്തു. റൺ ചെയ്യുമെന്ന്. ഇല്ല, ഒബ്ജക്റ്റീവ്സ് അൺഡിഫൈൻഡ് നാമേക്കുന്നത് അല്ലേ? ഞാൻ ഒന്ന് സെർച്ച് ചെയ്യട്ടെ. അതിനി 23 - 25 - 5 അങ്ങനെ വല്ലതും ആണോ? അതൊന്നുമല്ല, നമ്മൾ ഡേറ്റിലേക്ക് ഓൾറെഡി കോൺകാറ്റിനേഷൻ ഒന്ന് കമന്റ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ നമ്മളൊരു കോൺകാറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ 15th ലൈനില്, അതൊന്ന് കമന്റ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത്. ഓക്കെ, ഞാൻ നോക്കട്ടെ.
ടു സ്ട്രിങ്ങിന് ഏതിനെ മാറ്റണ്ടേ? ഓക്കെ, അത് കറക്റ്റ്. ടുഡേ നോക്കട്ടെ, ഞാൻ എങ്ങനെയാ പറഞ്ഞത്? ടു സ്ട്രിങ് നെക്സ്റ്റ് ഡേ. ഓക്കെ, ഇങ്ങനെയാണോ ടു സ്ട്രിങ്? ഇങ്ങനെയൊന്ന് ചെയ്ത് നെക്സ്റ്റ് ഡേ ഡോട്ട് ടു സ്ട്രിങ് ഇങ്ങനെയൊന്ന് ചെയ്ത്, എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് ഇങ്ങനെ ചെയ്യാം, നമ്മൾ ആദ്യം ചെയ്ത രീതിയിലും ചെയ്യാം. പക്ഷെ സ്ട്രിങ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം പാസ് ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ. ടുഡേ ഡോട്ട് ടു സ്ട്രിങ് എന്നാണോ? അതന്നെ, ടുഡേ ഡോട്ട് ടു സ്ട്രിങ്. വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ആ രീതിയും കറക്റ്റാണ്. പക്ഷെ അതിനകത്ത് എന്താ മിസ്റ്റേക്ക് എന്ന് എനിക്കറിയില്ല. ഓക്കെ, ആ രീതി വർക്ക് ആവുന്നുണ്ട് എനിക്ക്. ഓക്കെ ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത ടുഡേ രീതിയിലും ചെയ്യാം. ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടാ വർക്ക് ആവാഞ്ഞെന്ന്. ഓക്കെ ഓക്കെ, അതെനിക്ക് അൺഡിഫൈൻഡ് വരുന്നത്, ഒബ്ജക്റ്റ് അൺഡിഫൈൻഡ്. ആ രീതി ചെയ്യുമ്പോ അല്ലേ? അത് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ശ്രീജ്യോതി വേരിയബിൾ ഡോട്ട് ടു സ്ട്രിങ് ചെയ്തപ്പോ കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ മതി. എനിക്ക് അതുപോലെ ഇതിൽ ഇൻക്ലൂഡ്സ് ഫണ്ട് കൊടുത്തപ്പോ അതൊന്നും വന്നിട്ടില്ല. കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം, അപ്പോഴല്ലേ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതെല്ലാം ഇൻഡെക്സ് ഓഫ് എല്ലാം കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന്റെ ഇൻഡെക്സ് എല്ലാം റിട്ടേൺ ചെയ്ത് കിട്ടും. റിട്ടേൺ ചെയ്ത് കിട്ടുന്ന മെത്തേഡ് എല്ലാം ഔട്ട്പുട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമുക്ക് അടുത്തൊരു ഒബ്ജക്ട്സ് നോക്കാം. സ്ട്രിങ് നോക്കിയ പോലെ അടുത്ത ഒരു ടോപ്പിക്കാണ് ഒബ്ജക്ട്സ്. നമ്മുടെ ജാവാ സ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് നോക്കണം. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കൊരു ഗ്രൂപ്പ്, അതായത് ഒരു കളക്ഷൻ ഓഫ് പ്രോപ്പർട്ടീസിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്ട്സ്. കീ ആൻഡ് വാല്യൂ ആയിട്ടായിരിക്കും, കീ ആൻഡ് വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഈ ഒബ്ജക്റ്റിനകത്ത് ഡാറ്റ ഉള്ളത്. ഇപ്പം ഞാൻ ഒബ്ജക്റ്റിന് ഒരു പേര് കൊടുത്തു, ഇപ്പം പേഴ്സൺ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ട് ആ പേഴ്സണിനകത്ത് പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അതെങ്ങനെ കൊടുക്കും? കീ ആൻഡ് വാല്യൂ ആയിട്ട് കൊടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. ലെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താ ഒബ്ജക്റ്റിന്റെ നെയിം പറഞ്ഞു കൊടുക്കാം. സ്ക്രീൻ ഷെയർഡ് അല്ല കേട്ടോ. അതെ, ലെറ്റ് പേഴ്സൺ. ഞാൻ എന്ത് ചെയ്തു? പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒബ്ജക്റ്റിനകത്ത് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, നെയിം എന്ത് കൊടുത്തു? വിനീഷ. ലാസ്റ്റ് നെയിം, എടാ ഒരു ചെയ്യാം, ഞാൻ ചെയ്യാൻ ടൈം വരെ ഇപ്പം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കേട്ടാൽ മതി. ലാസ്റ്റ് നെയിം SV. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒബ്ജക്റ്റിന് കീ ആൻഡ് വാല്യൂ പെയർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് എങ്ങനെയാണ്? കോമ ഇട്ടിട്ടാണ് ഓരോ കീ ആൻഡ് വാല്യൂവിനെ നമ്മൾ ഗെറ്റ് ചെയ്തെടുക്കുക, അല്ല സെപ്പറേറ്റ് ചെയ്യുക. ഇനി എനിക്ക് ഇതിനകത്തുനിന്ന് എൻ്റെ ലാസ്റ്റ് നെയിം മാത്രം ഗെറ്റ് ചെയ്തെടുക്കണം. അതായത് ഒരു ഒബ്ജക്റ്റിനകത്തുനിന്ന് എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടീനെ മാത്രം ഗെറ്റ് ചെയ്തെടുക്കാനാണ് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? കൺസോൾ ഡോട്ട് ലോഗ്. നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ് ഏതാണ്? പേഴ്സൺ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു? പേഴ്സൺ ഡോട്ട് എന്താണോ ആ പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടി നെയിം, ആ പ്രോപ്പർട്ടിയുടെ നെയിം പറഞ്ഞു കൊടുക്കാം. എനിക്കിപ്പോൾ വിനീഷ ആണ് ആവശ്യമെങ്കിൽ വിനീഷ, ലാസ്റ്റ് നെയിം ആണ് ആവശ്യമെങ്കിൽ ലാസ്റ്റ് നെയിം. ഓക്കെ, അതങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? എനിക്ക് ഔട്ട്പുട്ടിൽ SV എന്നുള്ളത് മാത്രം എന്ത് ചെയ്ത് കിട്ടും? ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം?
നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം, ഇങ്ങനെയും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൺസോൾ ഡോട്ട് ഓക്കെ കൺസോൾ ഡോട്ട് ലോഗ് പേഴ്സൺ എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഇങ്ങനെ പേഴ്സൺ ഓഫ് സിംഗിൾ കോഡ്സിനകത്ത് നമ്മൾ ഏത് ലാസ്റ്റ് നെയിം ആണോ ഫസ്റ്റ് നെയിം ആണോ വേണ്ടതെന്ന് ഇട്ട് കൊടുക്കുക. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, ഒബ്ജക്റ്റിനകത്ത് നിന്ന് പ്രോപ്പർട്ടിയുടെ വാല്യൂവിന് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി എനിക്ക് ഇതിന്റെ വിനീഷയുടെ ലാസ്റ്റ് നെയിം മാറ്റണം. അതായത് ഓൾറെഡി ഉള്ള പേഴ്സണിനകത്തുള്ള ഡാറ്റയാണ് എന്ത് ചെയ്യണം, എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, പേഴ്സൺ ഡോട്ട് എന്താ ലാസ്റ്റ് നെയിം ആണ് മാറ്റേണ്ടത്. അപ്പൊ ലാസ്റ്റ് നെയിം ഈക്വൽ ടു ജസ്റ്റ് എന്ത് കൊടുത്തു, വിജയകുമാർ കൊടുത്തു. ഓക്കെ, വിജയ് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഓൾറെഡി ഉള്ള ഈ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പേഴ്സൺ ഡോട്ട് ലാസ്റ്റ് നെയിം പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി, അപ്ഡേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ആദ്യം എസ് വി ആയിരുന്നു, ഇപ്പൊ വിജയ് എന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഇതിനകത്ത് ഇല്ലാത്തൊരു ഏജ് അല്ലെങ്കിൽ ജെൻഡർ അല്ലെങ്കിൽ സിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു പ്രോപ്പർട്ടീസിനെയും കൂടി എനിക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ അതിനെ നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. പേഴ്സൺ ഡോട്ട് എനിക്കിപ്പോൾ ആഡ് ചെയ്യേണ്ടത് ഏജ് ആണെങ്കിൽ പേഴ്സൺ ഡോട്ട് ഏജ് ഈക്വൽ ടു 18. പക്ഷെ ഇതിനകത്ത് ഇല്ല, നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഏജ് പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും, ആഡിങ് ന്യൂ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് പേഴ്സൺ മാത്രം പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. എങ്ങനെ, കൺസോൾ ഡോട്ട് ലോഗ് ഏജ് അല്ല, മൊത്തത്തിൽ പേഴ്സണെ എനിക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. കൺസോൾ ഡോട്ട് ലോഗ് എന്ത് ചെയ്യിപ്പിച്ചു, ഏജ് അല്ല മൊത്തം പേഴ്സൺ, ഞാൻ പേഴ്സണെ മാത്രം പ്രിന്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, പേഴ്സണിനകത്തുള്ള എല്ലാ ഡാറ്റയും എനിക്ക് എന്ത് കിട്ടും, കൺസോളിനകത്ത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ്. ഓക്കെ, ഇനി എന്താണ്, ഓക്കെ ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമേ. ഡിലീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. ഓക്കെ, ഡിലീറ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, പ്രോപ്പർട്ടി ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് എന്താ, ഈ പേഴ്സൺ എന്ന് പറയുന്നതല്ല എൻ്റെ ഒബ്ജക്റ്റ്. അപ്പൊ ഈ പേഴ്സൺ ഡിലീറ്റ് പേഴ്സൺ, ഞാനിപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്ത ഏജിനെ എനിക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. പേഴ്സൺ ഡോട്ട് ഏജ് അതെന്താവും, ഡിലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ വീണ്ടും കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പേഴ്സൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, ഏജ് കിട്ടില്ല. ഓക്കെ, ഇത്രയും മനസ്സിലായോ ഒബ്ജക്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ്. പ്രോപ്പർട്ടീസ് കീ ആൻഡ് വാല്യൂസിലാണ്, അതിനകത്ത് ഓരോ പ്രോപ്പർട്ടി അതിന്റെ വാല്യൂ ഉണ്ടാവും. പ്രോപ്പർട്ടീസിനെ ഗെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് പ്രോപ്പർട്ടി നെയിം വേണം, അപ്പൊ അതിന്റെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ കൊടുക്കാം, പേഴ്സൺ ഓഫ് നെയിം എന്താണോ പ്രോപ്പർട്ടി നെയിം അത് കൊടുക്കാം. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓൾറെഡി ഉള്ള ഒബ്ജക്റ്റിനകത്ത് ഓൾറെഡി ഉള്ള വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാനുള്ള ഓൾറെഡി ഉള്ള ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീനെ ഞാൻ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പേഴ്സൺ ഡോട്ട് ലാസ്റ്റ് നെയിം, അതായത് പേഴ്സൺ എന്ന് പറയുന്നതാണ് എന്ത്, ഒബ്ജക്റ്റിന്റെ നെയിം, ലാസ്റ്റ് നെയിം എന്താണ്, പ്രോപ്പർട്ടി നെയിം, അത് വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇനി ഇതിനകത്ത് ഇല്ലാത്തൊരു വേർഡാണ് അല്ലെങ്കിൽ ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് ഏജ്. ആ ഏജിനെ ഞാൻ എന്ത് ചെയ്തു, പേഴ്സൺ ഡോട്ട് ഏജ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് സെയിം ഇതേപോലെ തന്നെ മൊത്തത്തിലായിട്ട് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പേഴ്സൺ പ്രിന്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, പേഴ്സൺ കിട്ടി. അത് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിലീറ്റ് കീവേഡ് യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പേഴ്സൺ ഡോട്ട് ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റ് എന്താണോ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി വാല്യൂ പറഞ്ഞു കൊടുത്തു. ഇത്രയാണ് ഉള്ളത് ഒബ്ജക്ട്സ്. ഇനി ഇതെങ്ങനെ ലൂപ്പ് ചെയ്യാനും കൂടെ ഉണ്ട്. ഫസ്റ്റ് ഇത് ഇത്രയും ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാൻ ലൂപ്പ് ചെയ്യാനും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കി, എന്നിട്ട് നമുക്ക് ലൂപ്പിംഗ് കൂടെ നോക്കാം. ആർക്ക് മനസ്സിലാവുണ്ടോ? വിനിഷയനകത്തെ വേറെ വെച്ചെന്താ ചെയ്യാതെ ലെറ്റ് വെച്ചിട്ട് ചെയ്യത്തുള്ളൂ ഈ ഒബ്ജക്ട് ക്രിയേഷൻ? അങ്ങനൊന്നും ഇല്ലടാ,
കോൺസ്റ്റ് ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് അപ്ഡേറ്റ് ആഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ശരി. ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നത്
നിമിഷം ഉം? കഴിഞ്ഞു. കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാവരുടെയും കഴിഞ്ഞോ? എനിക്ക് ഇന്നത്തെ ഇഷ്യൂ കാണിക്കുന്നതിന് ശേഷം ഞാൻ ഷെയർ ചെയ്യട്ടെ. ശരി. ലെറ്റ് എംപ്ലോയി ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൺസോൾ ഡോട്ട് ലോഗിനകത്ത് എംപ്ലോയി കണ്ടിച്ചു. ലാസ്റ്റ് നെയിം അരവിന്ദ്. ഓക്കെ. മൊഡ്യൂൾ നോട്ട് ഫൗണ്ട്. ഫസ്റ്റത്തെ എറർ എടുത്തേടാ. ഫസ്റ്റ് ലൈൻ എടുത്തേ എററിൻ്റെ. ഓക്കെ 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 നോട്ട് ഫൈൻഡ്. ഈ ഫോൾഡറിൽ തന്നെ അല്ലടാ അത് ഓപ്പൺ ആക്കിയേക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് അതിനകത്ത് നിന്ന് ഈ നോഡിനകത്ത് കയറിയത്. എന്താണ് ഈ നോഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണുന്നത്? ജസ്റ്റ് ഈ ടെർമിനൽ ഒന്ന് ക്ലോസ് ചെയ്ത് എന്നിട്ട് പുതിയൊരു ടെർമിനൽ എടുത്ത് ഓക്കെ ഇനി ഒന്ന് റൺ ചെയ്ത് പവർ ഷെല്ല പുതിയ ടെർമിനൽ എടുക്കണം. ലോഞ്ച് ചെയ്യും കമാൻഡ് പ്രോംപ്റ്റ്. ഇനി ഒന്ന് റൺ ചെയ്ത് നോഡ് ഓക്കെ ഒബ്ജക്റ്റ് not found. Employee first name. Saved ആണല്ലോ. അന്ന് ഈ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ലടാ നോഡ് വർക്കിംഗ് അല്ലാതെ? വേറെ എന്തോ വന്നേ. അതെയോ? നമ്മള് നോഡിന്റെ വേർഷൻ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയില്ലേ? ഒന്ന് നോഡ് വേർഷൻ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യട്ടെ. നമ്മളത് ക്ലോസ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്ത് അടിച്ചു. നോഡ് വേർഷൻ ഒന്ന് അടിച്ചു കൊടുത്തേടാ. സെയിം ആ ടെർമിനലിൽ നോഡ് ഹൈഫൺ ഹൈഫൺ വി ഒന്ന് അടിച്ചു കൊടുത്ത്. അല്ല ആ സെയിം ടെർമിനലിൽ ചെയ്താലും അത് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്കത് വന്നായിരുന്നു. നോഡുണ്ട്. ഇനി റൺ ചെയ്യിപ്പിച്ച് നോക്കി. ഇത് പവർ ഷെല്ലാണോ? അല്ല, CMD. ഫയൽ നെയിം കറക്റ്റ് അല്ലടാ. ഒബ്ജക്റ്റ് ഡോട്ട് JS കൊടുത്തിട്ടുണ്ടോ? ഡോട്ട് JS കൊടുത്തിട്ടുണ്ടോ? ഇതില് കൊടുത്തിട്ടില്ലായിരിക്കും. ഓക്കെ, പക്ഷെ ഇതെങ്ങനെ വന്നു? JS ആയിട്ട് വന്നു. അത് വരും.
കോമ ഇവിടെ ഇടാം. കുഴപ്പമില്ല, അവിടെ ഇടണ്ട. അത് സിംഗിൾ കോഡ്സിനകത്ത് കൊടുക്കുക. ലാസ്റ്റ് നെയിം എന്നുള്ളത് ഇവിടെ, അതായത് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് എംപ്ലോയി ഓഫ് ലാസ്റ്റ് നെയിം എന്ന് കൊടുത്തിട്ടില്ലേ, അത് സിംഗിൾ കോഡ്സിനകത്ത്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? രണ്ട് സ്ഥലത്തും അങ്ങനെ തന്നെ കൊടുക്കും. ഓക്കെ, മുകളിലും 7th ലൈനിൽ. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് സേവ് ചെയ്തിട്ട് ഓക്കെ ഔട്ട്പുട്ട്. ഇതാണ് ഒബ്ജക്ട്സ്, ജാവാസ്ക്രിപ്റ്റിനകത്തുള്ള ഒബ്ജക്ട്സ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ബാക്കി രണ്ടുപേർക്കും കിട്ടിയോ? ഔട്ട്പുട്ട് കിട്ടിയോ? ഒബ്ജക്ട്സ് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജാവാസ്ക്രിപ്റ്റിന്റെ ക്ലാസ്സും ഇൻഹെറിറ്റൻസും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താ പ്ലേ റൈറ്റ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു ട്യൂസ്ഡേ ഒക്കെ ആയിട്ട് നമ്മൾ പ്ലേ റൈറ്റ് എടുക്കും. ഓക്കെ, ഇതിനകത്ത് തന്നെ നമുക്ക് വേറൊരു ഇതും കൂടെ ഉണ്ട്. അത് പറഞ്ഞോട്ടെ, ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഒബ്ജക്റ്റിനകത്ത് തന്നെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? നമ്മൾ ഈ സ്ട്രിങ് മാത്രം, ഇപ്പം നമ്മൾ സ്ട്രിങ് മാത്രമല്ല ആഡ് ചെയ്തത്. അങ്ങനെ സ്ട്രിങ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഇവിടെ ഏജ് പറഞ്ഞു കൊടുത്ത പോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏജ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നമ്പർ ടൈപ്പിലുള്ളതും വാല്യൂസും ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതിനകത്ത് എനിക്കൊരു എന്ത് പറഞ്ഞു കൊടുക്കാം? ഫംഗ്ഷനെയും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കീ വാല്യൂ വയറിൽ തന്നെയാണ്. എനിക്കിപ്പോൾ ഈ ഫുൾ നെയിം ആയിട്ട് കാണണം. അതായത് വിനീഷ പ്ലസ് വിനീഷ എസ് വിയും കൂടെ ചേർന്നിട്ട് വിനീഷ എസ് വി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫുൾ നെയിം വേണമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി കൊടുത്തു. എന്നിട്ട് ഞാൻ അതിനെ ഒരു ഫംഗ്ഷൻ ആക്കി. എങ്ങനെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്യണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു? ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ഇതിനകത്ത് പറഞ്ഞു കൊടുത്തു എന്ത്? ബിനീഷയുടെ നെയിം പ്ലസ് ലാസ്റ്റ് നെയിമാണ് ആഡ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഈ ദിസ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ട് നമുക്ക്. ദിസ് കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കീവേഡ് refers to കറന്റ് ഒബ്ജക്റ്റ്. കറന്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് ഒബ്ജക്റ്റിലാണോ നമ്മളുള്ളത് ആ ഒബ്ജക്റ്റിനകത്തുള്ള പ്രോപ്പർട്ടീസും വാല്യൂസിനെയും പോയിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിസ് കീവേഡ് യൂസ് ചെയ്യണത്. ഇപ്പം ഞാൻ ദിസ് ഡോട്ട് നെയിം വിളിച്ചാൽ അത് എന്താണ്? ഈ പേഴ്സൺ, അതായത് ഏത് ഒബ്ജക്റ്റിലാണ് ഉള്ളത് ആ ഒബ്ജക്റ്റിന്റെ നെയിമിനെയാണ്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തു ദിസ് ഡോട്ട് നെയിം. കണ്ടോ? അതിനകത്തുള്ള വാല്യൂസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി സജഷൻ കാണിക്കും. ഏജ്, നെയിം, ലാസ്റ്റ് നെയിം, ഫുൾ നെയിം. അപ്പോൾ എന്ത് ചെയ്തു? ദിസ് ഡോട്ട് നെയിം പ്ലസ് നമ്മൾ കോൺകാറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഞാനൊരു സ്പേസും കൂടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ സ്പേസിനെയും കോൺകാറ്റ് ചെയ്ത് ദിസ് ഡോട്ട് ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. രണ്ട് സ്ട്രിങ്ങിനെ തമ്മിൽ ഞാൻ എന്ത് ചെയ്തു? കോൺകാറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ റിട്ടേൺ ചെയ്തു. ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇവിടെ കോമ ഇടാത്തതുകൊണ്ടാണ് ഇവിടെ ഇഷ്യൂ വന്നിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുത്തു? ഞാൻ ഈ ഫുൾ നെയിം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് കൊടുത്തു. അതായത് ഒരു ഒബ്ജക്റ്റിനകത്ത് എന്തും കൂടെ പോസിബിൾ ആണ്? ഒരു ഫംഗ്ഷനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോസിബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഫുൾ നെയിം പ്രിന്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ജസ്റ്റ് ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നെയിം എനിക്ക് കിട്ടും. പേഴ്സൺ ഡോട്ട് ഫുൾ നെയിം എങ്ങനെയാണോ കീ വാല്യൂവിനെ വിളിച്ച് അതേപോലെ തന്നെ. പക്ഷെ എന്താ? ഫുൾ നെയിം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പഠിച്ചില്ലേ? ഇങ്ങനെ പേഴ്സൺ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫുൾ നെയിം. ഫുൾ നെയിം നോർമലി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിച്ചാൽ മതി, നോർമൽ കീ ആൻഡ് വാല്യൂ ആണെങ്കിൽ. പക്ഷെ ഇതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഒരു ബ്രേസസും കൂടെ പറഞ്ഞു കൊടുക്കാം. അപ്പം എന്താവും? ഫംഗ്ഷനും കോളാകും. ഓക്കെ, ഇതാണ് ജാവാസ്ക്രിപ്റ്റിന്റെ ഒബ്ജക്ട്സ്. നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം ഒരു ഒബ്ജക്റ്റിനകത്ത്? എല്ലാ ടൈപ്പും ആഡ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫംഗ്ഷനും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ പുതിയതായിട്ട് പഠിച്ചതാണ് ദിസ് കീവേഡ്. ദിസ് കീവേഡ് എന്താണ്? കറന്റ് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനെയാണ് റെഫർ ചെയ്യണത്. കണ്ടോ? ദിസ് കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിനകത്ത് ദിസ് കണ്ടോ? അതിന് ഓവർ ചെയ്യുമ്പോൾ നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ഫുൾ നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. മനസ്സിലായോ?
ദിസ് കീവേഡ്. ഓക്കെ അല്ലടാ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്ത് Okay. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കാം. എന്ത് ചെയ്യുക, പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചതാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ്. എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, രണ്ട് നെയിമും ലാസ്റ്റ് നെയിമും കൂടെ കോൺകാറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തു. അതിന് എന്തിലേക്ക് വെച്ചു, ഫുൾ നെയിം എന്ന് പറഞ്ഞ വാല്യൂ പ്രോപ്പർട്ടിക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പേഴ്സൺ ഡോട്ട് ഫുൾ നെയിം. ഓക്കെ ഓക്കെ അല്ലേടാ? വിജിഷ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. എന്താണ് ഷെയർ ചെയ്യും? സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമേ. ചെയ്യും. സ്ക്രീൻ കാണാമോ? ആ ഇങ്ങനെ കൊടുത്തു ഫുൾ നെയിം അത് കോമേട്ടാണ് മുകളിലത്തെ ആ. ഇത്രേ ഉള്ളൂ. ഓക്കെ ഓക്കേടാ, അപ്പൊ അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒബ്ജക്ട്സ് നമ്മൾ എടുത്തതെന്ന് ഒബ്ജക്ട്സും സ്ട്രിങ്ങും ആണ്. ജസ്റ്റ് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മൺഡേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൺഡേ നമുക്ക് ക്ലാസ്സും ഇൻഹെറിറ്റൻസും കൂടെ നോക്കിയിട്ട് ജാവാ സ്ക്രിപ്റ്റ് എന്ത് ചെയ്യാം, കഴിഞ്ഞു. ക്ലാസ് ഇൻഹെറിറ്റൻസും കൂടെ കഴിഞ്ഞു. നമുക്ക് പ്ലേ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലാസ്സൊക്കെ ഓക്കെ അല്ലേ? അതെ. അപ്പം ശരി, Okay. ബൈ. ഓക്കെ, താങ്ക് യു. Thank you. താങ്ക് യു.